അങ്ങനെ നമ്മൾ വീണ്ടും വോൾവർഹാംപ്റ്റണിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലമായ ടെക്സ്ഫോർഡിലേക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മളങ്ങനെ വോൾവർഹാംപ്റ്റൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് വില്ലിംഗ്ടൺ സ്റ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളിവിടെ വന്നപ്പോഴത്തേന് തന്നെ സ്റ്റേഷനിൽ മാധ്യസ്ഥ അതുപോലെ സ്റ്റെഫിയും ഉണ്ടായിരുന്നു. നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിനിബ്രോയുടെ വീട്ടിലേക്കാണ്. അത് ഏകദേശം ഇവിടുന്ന് ഒരു 5-6 സ്റ്റേഷൻ അപ്പുറത്താണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടും പിന്നെ ഇടയ്ക്ക് ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ടും ഒരുപാട് ട്രെയിനുകളൊക്കെ ക്യാൻസലായിപ്പോയി. അപ്പം ഒരു 2-3 മണിക്കൂറിന് ശേഷം ഉണ്ടായിരുന്ന ട്രെയിനാണ്. അപ്പോൾ അതിലാണ് നമ്മൾ കയറുന്നത്. ഏകദേശം 8:20 വൈകുന്നേരം 8:20 നമ്മൾ കയറി. ഒരു 9 മണി ആകാറാകുമ്പോഴത്തേന് നമ്മളവിടെ എത്തും. അപ്പോൾ അവിടെ എത്തി അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ഈ ട്രെയിനിലാണ് വന്നത് കേട്ടോ. ഇത് ഷ്രൂസ്ബറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു കേട്ടോ. നമ്മൾ വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ ട്രെയിനുകൾ ചെയ്ത് ഇവിടെ ക്യാൻസൽ ചെയ്യുന്നതെന്ന് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവന് നമ്മളെ മനസ്സിലായി കേട്ടോ. എന്നെ കണ്ടപ്പോഴേ ട്രെയിനെ ചിരിച്ച് കാണിച്ചു. നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ ടിക്കറ്റ് മെഷീൻ ഉണ്ട് കേട്ടോ. കോയിൻ ഇട്ടെടുക്കാം. കാർഡ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇത് വേണമെന്നില്ല, നമുക്ക് ആപ്പുണ്ട്. നമ്മൾ ആപ്പ് വഴിയാണ് എടുക്കുന്നത്. എങ്ങനെയാണ് UK വഴി ട്രാവൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്താലാണ് ഇവിടെ ഗുണം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ഫസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതി ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതായിരിക്കും നിങ്ങൾക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ വില്ലിംഗ്ടൺ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ്. ജിനുബ്രോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ജിനുബ്രോ. ഹലോ. ജിതിൻ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുകയാണ്. ക്ഷീണിച്ചു പോയത്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പം മോറീസിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നലെ സനുവിൻ്റെ അതുപോലെ തന്നെ ജിനുബ്രോയുടെയും വീട്ടിൽ നമ്മൾ വന്നതാണ്. ഈ പുറകെ കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് മോറീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം രാവിലെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ജാക്കറ്റും തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഞാനും മാത്തീസൂടെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ഇതിപ്പം ഒക്ടോബർ മാസം ആയതുകൊണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇവിടുത്തെ മരങ്ങളെല്ലാം ഇല പൊഴിക്കുന്ന ഒരു കാഴ്ച. അതിൻ്റെ ഒരു മഞ്ഞ കളറിലാണ് ഇവിടുത്തെ എല്ലാ മരങ്ങളുടെ ഇല. അതുകൊണ്ട് അങ്ങ് ദൂരെയായിട്ടൊരു മരം കണ്ടോ, അതും ഇവിടെയായിട്ടൊരു മരമുണ്ട്. എല്ലാം നല്ല മഞ്ഞ കളറിലാണ് ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഈ റോഡുകളിലെല്ലാം ഇതുപോലെ എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കും. അതിവിടെ വന്ന് ക്ലിയർ ചെയ്യും. ഇവിടെയുള്ള കൗൺസിലിൻ്റെ ആൾക്കാരൊക്കെ വന്ന്. അതുകൊണ്ട് അവിടെയായിട്ട് റെഡ് കളറിലെ മരം കണ്ടോ, സൂപ്പറാണ്. ശരിക്കും ഓട്ടം സീസണാണ്. ഓട്ടം സീസണിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അന്നേരം തന്നെ ഇലയൊക്കെ പൊഴിഞ്ഞ് തുടങ്ങി. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇത് മുഴുവൻ പൊഴിഞ്ഞ് തീർന്ന് മഞ്ഞ് ആകാറാകും. ഈ ഭാഗങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു മഞ്ഞ് പെയ്യുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. മരമൊക്കെ ഇല പൊഴിച്ച് തുടങ്ങുന്ന സമയം. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതുപോലെ തന്നെ ഈ ഓട്ടം സീസണിൽ നമ്മുടെ അയർലൻഡിൽ നിന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം ഈ ഓട്ടം സീസണിൻ്റെ ഈ ഇല പൊഴിക്കുന്ന ഈ മരങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് വില്ലിംഗ്ടൺ ടൗണാണ്. ടൗണിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വിക്ടോറിയ റോഡെന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടോ. അതുവഴിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് കാർ പാർക്കിംഗ് ആണ്. ഈ അയർലൻഡിനെ അപേക്ഷിച്ച് UK വീടുകൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങൾക്കൊക്കെ റേറ്റ് കുറവാണ്. അയർലൻഡിൽ അത്യാവശ്യം നല്ല റേറ്റാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വണ്ടികൾക്ക് ഇവിടെ റേറ്റ് കുറവാണെന്നാണ് തോന്നുന്നത്. ഡബ്ലിന് റേറ്റാ അല്ലേ? ഡബ്ലിനൊക്കെ നല്ല റേറ്റാണ്. ലണ്ടനിൽ റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ശകലം മാറുമ്പോഴത്തേന് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല റേറ്റ് കുറവാണ്. അയർലൻഡിലാണെങ്കിൽ വീട് കിട്ടാനില്ല, അതാണ് വേറൊരു കാര്യം. പുതിയ വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെയാണ് ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്നതൊക്കെ ഓരോ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇതുണ്ട് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു സർവീസ് സെൻ്ററാണ്. തണുപ്പുണ്ടോ? തണുപ്പുണ്ട്, ചെറുതായി തണുപ്പുണ്ട്. കൈയൊക്കെ മരയ്ക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ടൗണുകളിലൊക്കെ കടകളൊക്കെ പുതിയ ബിൽഡിങ്ങുകളായിരിക്കും. ഇവിടെ ഒരു 90% അല്ലെങ്കിൽ 80% പഴയ ബിൽഡിങ്ങുകളാണ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ ക്വാളിറ്റി പക്കയായിരിക്കും കേട്ടോ. ഡ്രൈവിംഗ് സ്കൂളിന് വണ്ടി കണ്ടോ. താഴെ നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാം. ഇവിടെയായിട്ട് ആൽദി ഉണ്ട് കേട്ടോ. ഇത് ആൽദിയാണ് ഈ കാണുന്നത്. നമ്മൾ ആൽദി പോകുന്നില്ല, മോർസൺസിൽ പോവാം. മോർസൺസിൻ്റെ പെട്രോൾ പമ്പ്.
പെട്രോൾ റേറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ട്രോളിയും കാര്യങ്ങളും വേണം നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റിന്. പക്ഷേ അത്യാവശ്യം വിലയുണ്ട്. നമുക്ക് പോരാം. അതെ, ഒരു സാധനം എടുക്കാം. ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട് കേട്ടോ ഫിഷ്. അതെ, പഴുത്ത് നോക്കി എടുത്തോ, ആടിന്ന് എടുത്തോ. ഇതല്ലേ 2 3 2 എടുത്ത 2 ബ്ലാക്ക് വേണം. ഇതല്ലേ നമ്മൾ ഇന്നലെ കഴിച്ചേ? ഇത് വേണമല്ലോ എടുക്കായിരിക്കും. ഇതെടുത്താൽ പോരെ. എൻ്റെ ഇവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂക്കളൊക്കെ വെച്ചേക്കുന്നുണ്ട്. എന്നാ ഭംഗിയാണ് ഉണ്ടോ. ഈ ബഞ്ച് ഇത്രയും റോസിന് 3.49 കേട്ടോ പൗണ്ട്. ഇതിന് 11 പൗണ്ട്. ഇത് ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. നമുക്ക് എന്നാണല്ലോ കൊച്ചിന് ഡ്രസ്സ് എടുക്കണം. കുഞ്ഞിന് നമുക്ക് ഡ്രസ്സുകൾ തപ്പാം. ഇതുവാണെങ്കിൽ നല്ല സ്പോഞ്ച് പോലെ എടുക്കും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മേടിച്ച് ഇത് ലൂക്കിനുള്ളതാണ്, ഇത് ജിനുബ്രോയുടെ കൊച്ചിനുള്ളതാണ്. നമുക്കിതിന് ബില്ല് ചെയ്യണം. അത് നമ്മളങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓരോന്നെടുത്ത് ബില്ല് ചെയ്യട്ടെ. നമ്മുടെ റെസിപ്റ്റ് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത സാധനം നമുക്ക് ബില്ല് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങൾ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഈ വരുന്ന ഇവിടുത്തെ ബസ് സർവീസാണ് കേട്ടോ. വരുമ്പോഴത്തേന് ഇവിടെ വേസ്റ്റ് എടുക്കുന്നുണ്ടോ. ഗ്രീനും ഫുഡ് ബിന്നൊക്കെയാണ് എടുക്കുന്നത്. അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജിനുബ്രോ നമുക്ക് പുട്ടും പഴമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ജിനുബ്രോയും അതുപോലെ തന്നെ ജിനുബ്രോയും മാത്യൂസും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഹലോ, അല്ല ഇവിടെ ഒന്ന് എടുത്താൽ മതിയോ? അതോ അങ്ങോ അപ്പുറത്തോട്ട് പോന്നോ കുഞ്ഞാബി? അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ബൈ ബൈ. എടാ പോയിട്ട് കേട്ടോ. ബൈ ബൈ. ജിനുബ്രോയുടെയും സനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ജിനുബ്രോ ഇങ്ങോട്ട് മാറ്റണമായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ കേട്ടോ. ബൈ ബൈ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ന്യൂ ബർമിംഗ്ഹാം സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെൽഫോർഡ് സെൻട്രലിലെത്തി. ഇനിയും 3-4 സ്റ്റേഷനോട് നമ്മൾ കവർ ചെയ്യാനുണ്ട്. 12 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. A, B എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും 24ഓളം പ്ലാറ്റ്ഫോമിന് മുകളിലുണ്ട്. നമ്മുടെ ട്രെയിൻ വരുന്നത് 9 B-യിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴി പോകാം. ഉള്ളതുകൊണ്ട് നമുക്ക് 9 B-യിലേക്ക് ലിഫ്റ്റിൽ പോകാം. അല്ലെങ്കിൽ വേണ്ട അതുവഴി എസ്കലേറ്റർ ഇറങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ക്രോസ് കൺട്രി ട്രെയിനിൽ കയറി കോൾസ് ഹിൽ പാർക്ക് വേ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളിനി വേ ഔട്ടാണ്. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ നമുക്കിനിയിപ്പോൾ ഒരു ഊബർ വിളിക്കാം. നമ്മുടെ വണ്ടി വന്നു. നമ്മളെന്നാൽ ഇതിലേക്ക് കയറുകയാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോളിഷ് ഹിൽ എന്ന് പറഞ്ഞിട്ട് ടൗണിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുകയാണ്. ലോക്കിയിട്ട് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ടൊരു മുറിയുണ്ട്. 2 ബെഡ്. ഇവിടെയായിട്ടൊരു ബെഡ്റൂമുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലിവിങ് റൂം വിത്ത് TV ഉണ്ട്. കുറേ ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കണ്ടോ, നമുക്ക് അവിടെ വേണേൽ ഇരിക്കാം. ബെറ്റർ ടുഗദർ. ഞങ്ങളിവിടെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി വന്നത്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനത്ത് ഇവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഈ ബെറ്റർ ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകിലത്തെ ഈ സാധനമൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ രാവിലെ മാത്യൂസും ഷെഫിയൊക്കെ ഒരു അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ബൈ. അങ്ങനെ UK ട്രിപ്പ് സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. UK ട്രിപ്പെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. മറ്റൊരു രാജ്യത്തെ വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരും ഗുഡ് ബൈ.